300 ദശലക്ഷം കളിക്കാർ, 60 ബില്യൺ ടോക്കണുകൾ, 131 ദശലക്ഷം യോഗ്യതയുള്ളവർ, 2.3 ദശലക്ഷം നിരോധിത അക്കൗണ്ടുകൾ. ഇത്രയുമായി നിൽക്കുമ്പോഴും ഹാംസ്റ്റർ കോംബാറ്റ് സീസൺ 2 എത്തി നിൽക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ആളുകൾ ദേഷ്യത്തിലാണ്. എന്നാൽ യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ചുരുക്കം ചില ഇൻഫ്ലുവൻസേഴ്സിന് ലിസ്റ്റിംഗിന് ശേഷം മാത്രം അല്പം ആശ്വസിക്കാൻ വകയുണ്ട്. റഫറൽ വഴി ചിലർക്ക് അത്ര മോശമല്ലാത്ത ടോക്കണുകളും ലഭിച്ചു. ടെലിഗ്രാമിലെ ഏറ്റവും പ്രചാരം നേടിയ പ്ലേ ടു ഏൺ ക്രിപ്റ്റോ ഗെയിമായ ഹാംസ്റ്റർ കോംബാറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഈ വർഷം മാർച്ചിലാണ് ടൺ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ ഹാംസ്റ്റർ കോംബാറ്റ് ആരംഭിച്ചത്. വെറും 3 മാസത്തിനുള്ളിൽ ഇത് ലോകമെമ്പാടുമുള്ള 240 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളെയും ആകർഷിച്ചു. ഓരോ തവണ ഹാംസ്റ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു ഹാംസ്റ്റർ ടോക്കൺ ലഭിക്കും. അത് മൈനിങ് ചെയ്യാനോ അധിക കോയിനുകൾ നൽകുന്ന ടാസ്കുകൾക്കോ ഉപയോഗിക്കാമെന്നതായിരുന്നു ഗെയിമിന്റെ രീതി. സീസൺ 1 ശേഷം കളിക്കാർക്ക് ഗെയിമിന്റെ മൊത്തം മാർക്കറ്റ് ക്യാപ്പിന്റെ 60 ബില്യൺ ഹാംസ്റ്റർ ടോക്കണുകൾക്ക് തുല്യമായ 60% എയർ ഡ്രോപ്പ് റിലീസ് ചെയ്യും. ഒരു ക്രിപ്റ്റോ വീഡിയോ ഗെയിമിൽ വെറുതെ ടാപ്പ് ചെയ്യുന്നത് എല്ലാവരെയും കോടീശ്വരന്മാരാക്കുമെന്നത് വെറും പ്രതീക്ഷയാണെന്ന് ഹാംസ്റ്റർ കോംബാറ്റും പഠിപ്പിച്ചു. സമയവും ഡാറ്റയും വെറുതെ പാഴായെന്നും സീസൺ 2 ബോയ്ക്കോട്ട് ചെയ്യും എന്നുമൊക്കെ ഇതിനുവേണ്ടി സമയം കളഞ്ഞവർ പറയുന്നു. ഗെയിമിനെ പറ്റി അധികം പേരെ അറിയിച്ചവർക്ക്, അതായത് കമ്പനിക്ക് വേണ്ടി ഡിജിറ്റൽ പ്രൊമോഷൻ നൽകിയവർക്ക് ചെയ്ത ജോലിയുടെ പണം ലഭിച്ചേക്കും. തങ്ങളുടെ പ്രയത്നങ്ങൾക്ക് മതിയായ പ്രതിഫലം ലഭിച്ചില്ലെന്ന് അവകാശപ്പെട്ട് നിരവധി ഉപയോക്താക്കൾ ടോക്കൺ അലോക്കേഷനിൽ പരിഭവം പറയുന്നതിനിടയിലും ഹാംസ്റ്റർ കോംബാറ്റ് എയർ ഡ്രോപ്പും ആരംഭിച്ചിരിക്കുകയാണ്. വിരൽത്തുമ്പിൽ തഴമ്പ് വരുന്നത് പോലെ ടാപ്പ് ചെയ്ത് ദശലക്ഷക്കണക്കിന് കോയിനുകൾ നേടിയവർക്കും തുച്ഛമായ ടോക്കണുകളാണ് ലഭിച്ചത്. അതിൽ കുറച്ച് വെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പിടിച്ചുവെക്കുകയും ചെയ്തു. 5 മാസത്തിലേറെയാണ് ഉപയോക്താക്കൾ അവരുടെ PPH പോയിന്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ പിന്നീട് അച്ചീവ്മെന്റ്സിനും കീകൾക്കും റെഫറലിനും ഒക്കെ പ്രാധാന്യം വന്നു. കൂടാതെ ഹാംസ്റ്റർ കീകൾ ശേഖരിക്കുന്നതിന് ഓട്ടോ ടാപ്പർ പോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിന് 2 ദശലക്ഷത്തിലേറെ കളിക്കാരെ നിരോധിച്ചിരുന്നു. ഇത്തരം ഗെയിമുകളും അവയിലൂടെ നേടുന്ന ടോക്കണും അവ പണമാക്കി മാറ്റുന്നതിനും പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ അധികം വൈകാതെ നിയമങ്ങളും ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷ.